തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AP സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആരാധ്യ JP ഫ്രം 6th സ്റ്റാൻഡേർഡ്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം. ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. വലിയ ആഘോഷമാക്കേണ്ട ദിനമാണ് സ്വാതന്ത്ര്യദിനം. എങ്കിലും ഇത്തവണ ആഘോഷിക്കാവുന്ന മനോനിലയിലല്ല നാം ആരും. വയനാട്ടിലെ ദുരന്തം അത്രമേൽ നാടിനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. കോവിഡും പ്രളയവും നിപ്പയും അതിജീവിച്ച നമ്മൾ ഇതിനെയും അതിജീവിക്കും, തീർച്ച. നമ്മൾ ഒന്നാണ്, ഒരമ്മ പെറ്റ മക്കൾ. ഈ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കണം എന്നതു തന്നെയാണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിലും നാം എടുക്കുന്ന പ്രതിജ്ഞയും. രാജ്യത്തിനു വേണ്ടി പോരാടി മൺമറഞ്ഞ ധീരദേശാഭിമാനികളുടെ വീരസ്മരണയ്ക്ക് മുമ്പിൽ ബാലവാണിയുടെ പ്രണാമം. ഇനി നമുക്ക് ഈ എപ്പിസോഡിലെ അതിഥിയെ അറിയാം. അതിനായി നിങ്ങൾ ശ്രവിക്കൂ. പ്രിയ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്. നമസ്കാരം. ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. പ്രിയപ്പെട്ടവരെ, ഭാരത മക്കൾ ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ. ഈ ദിനം ആഘോഷമാക്കി മാറ്റാൻ സാധിക്കാത്ത സഹോദരങ്ങളെ ഓർക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും ഭാരതാംബയുടെ മക്കളായ നമുക്ക് കഴിയട്ടെ. ബാലവാണിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ പ്രദീപ് തൃക്കരിപ്പൂർ സാറാണ്. സ്റ്റേഷനിലെ പബ്ലിക് റിലേഷൻ ഓഫീസറായ അദ്ദേഹം ശിശു സൗഹൃദ പോലീസ് ഓഫീസറാണ്. അനുഗ്രഹീത ഗായകനായ സർ നമ്മുടെ വിദ്യാലയത്തിലെ രക്ഷിതാവായി കഴിഞ്ഞ വർഷം വരെ ഒട്ടനവധി ഗാനങ്ങൾ ബാലവാണിയിൽ നമുക്കായി പാടിയിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്ന സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട വിനു അച്ഛനും എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് തൃക്കരിപ്പൂർ, നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് സബ് ഇൻസ്പെക്ടറാണ്. അതോടൊപ്പം സ്റ്റേഷൻ PRO, ചൈൽഡ് ഫ്രണ്ട്ലി ഓഫീസറും കൂടിയാണ്. കോവിഡ് കാലത്ത് കുട്ടികളുടെ സർഗപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് AOP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ബാലവാണി ഓൺലൈൻ പ്രക്ഷേപണത്തിൻ്റെ 172ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. ഈ അവസരത്തിൽ ബാലവാണിക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷം കൂടിയാണ് ഇന്ന്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകളും നേരുകയാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കൈകളിൽ നിന്നും ഭാരതം മുക്തിയായ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. അന്നാണ് നാം ഓരോരുത്തരും, ഓരോ ഭാരതീയനും സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയർന്നത്. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിലും പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകായിരം കർമ്മധീരന്മാരുടെ കഠിനാധ്വാനത്തിൻ്റെ, ജീവത്യാഗത്തിൻ്റെയും ഫലമാണ് എന്ന കാര്യം നാം മറക്കരുത്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി, കുട്ടികളെ ഏറെ സ്നേഹിച്ച നമ്മുടെ ചാച്ചാജി, ഊർജ്ജസ്വലനായ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ഒരുപാട് കർമ്മധീരന്മാരുടെ, ദേശാഭിമാനികളുടെ മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2024 എത്തിയപ്പോൾ ഭാരതം വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ കുതിക്കുകയാണ്. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ L1 ഇന്ത്യയുടെ നേട്ടത്തിൻ്റെ പ്രതീകങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതിൽ നാം ഓരോരുത്തർക്കും അഭിമാനിക്കാം. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെ, മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുന്നു. കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീപീഡനവും സ്ത്രീധന മരണങ്ങളും കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളും തുടർക്കഥകളാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോയപ്പോൾ
ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഭരണകൂടവും എല്ലാവരും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മുടെ പ്രവൃത്തികളിലും പ്രകടമാവണം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേറ്റി പറയാൻ നമുക്ക് സാധിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണകൂടമാണ് നമ്മുടെ ഭാരതത്തിൻ്റേത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഉയർത്തി എഴുന്നേൽക്കാൻ, വീണ്ടും ഉയരാൻ നമ്മുടെ രാജ്യത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാ സുഫലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം, വന്ദേ മാതരം. ശുഭ്രജോത്സ്ന പുളകിതയാമിനി, ഫുല്ലകുസുമിത ദ്രുമദളശോഭിനി, സുഹാസിനി സുമധുരഭാഷിണി, സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ച് മനോഹരമായി ദേശീയ ഗീതം ആലപിച്ച് തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം കൂട്ടുകൂടിയ പ്രദീപൻ സാറിന് നന്ദി അറിയിക്കുന്നു. സ്നേഹാദര പുരസ്സരം. വിദ്യാലയ വാർത്തകൾ. നമസ്കാരം. എല്ലാ ബാലവാണി ശ്രോതാക്കൾക്കും വിദ്യാലയ വാർത്തകളിലേക്ക് സ്വാഗതം. KPSTയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വദേശ് മെഗാ ക്വിസ് മത്സരം UP വിഭാഗത്തിൽ നവനി കൃഷ്ണ 1ാം സ്ഥാനവും ആരാധ്യ JP 2ാം സ്ഥാനവും കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ മഹിൻ കൃഷ്ണ 1ാം സ്ഥാനവും ധ്യാൻദേവ്, സാന്ത്വന രാജ് എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. പ്രേംചന്ദ് മുഹമ്മദ് റഫി സ്മാരക ക്വിസ് മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ ഫാത്തിമ തമീം സംസ്ഥാന തലത്തിൽ 13ാം റാങ്ക് കരസ്ഥമാക്കി. സംസ്ഥാന അക്കാദമിക് കൗൺസിൽ 5 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സംസ്ഥാനതല ഓൺലൈൻ ക്വിസ് മത്സരത്തിലാണ് ഫാത്തിമ തമീം സമ്മാനാർഹമായത്. ഫാത്തിമ തമീമിന് സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ നിന്നും സബ് ജില്ലാതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്ത കുട്ടികൾ: കഥാകഥനം LP വിഭാഗം ആഷ്മി P, പ്രശ്നോത്തരി LP വിഭാഗം നൈനിക വേദാലക്ഷ്മി, പ്രശ്നോത്തരി UP വിഭാഗം സാരംഗ് B സന്തോഷ്, റയ മഹേഷ്. രാമായണ പാരായണം ആരാധ്യ JP, ചിത്രരചന പവിത്ര വിനോദ്. ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച നടന്ന സബ് ജില്ലാതല മത്സരത്തിൽ രാമായണം പ്രശ്നോത്തരി UP വിഭാഗം സാരംഗ് B സന്തോഷ് റയ മഹേഷ് ടീം 3ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. ചെറുവത്തൂർ സബ് ജില്ലാ ടേബിൾ ടെന്നീസ് ടീമിൽ നമ്മുടെ വിദ്യാലയത്തിലെ ദേവനന്ദ് മനോജിന് അംഗത്വം ലഭിച്ചു. ചെറുവത്തൂർ സബ് ജില്ലാ ചെസ് മത്സരം UP വിഭാഗത്തിൽ നമ്മുടെ വിദ്യാലയത്തിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ആദ്യ വിവിക്ക് 2ാം സ്ഥാനവും ലഭിച്ചു. 2 പേർക്കും സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 9 ഹിരോഷിമ നാഗസാക്കി ദിനത്തിന്റെ ഭാഗമായി സ്കൂളിൽ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു. സോഷ്യൽ സയൻസ് ക്ലബ് അംഗമായ ശ്രീമതി മേഴ്സി ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധവിരുദ്ധ പ്രതിജ്ഞയിൽ കുട്ടികളെല്ലാവരും പങ്കാളികളായി. തുടർന്ന് കുട്ടികൾ തയ്യാറാക്കിയ യുദ്ധവിരുദ്ധ പോസ്റ്ററുകളുടെയും പ്ലക്കാർഡുകളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചു.
ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഓരോ സ്റ്റാൻഡേർഡിലെയും കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികകളുടെ പ്രകാശനവും സംഘടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പിലിക്കോട് സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ ബാലകൃഷ്ണൻ നാറോസ് സർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ, മദർ PTA പ്രസിഡന്റ് സുൽഫാനത്ത് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നല്ലപാടം ക്ലബ് അംഗങ്ങൾക്ക് വാഴവിത്ത് വിതരണവും നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജിന്റെ സ്വാഗത ഭാഷണത്തോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ജാസ്മിൻ ടീച്ചർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്താവിശേഷങ്ങളുമായി അടുത്തയാഴ്ച. നന്ദി. ഇനി കേൾക്കാം വാർത്തകൾ ഇംഗ്ലീഷിൽ. Freedom flows in our veins. The spirit of India forever reigns. Happy Independence Day. Hey there, welcome back to another week of Balavani updating ourselves to the Pulse News headlines. As a part of this month, the Sanskrit Club had a drawing competition with the theme Ramayana. The winners were Pavitra Vinod, Abhay Dev and Ridiga LS. And in chanting Valmiki Ramayan, the champs were Aradhya JP, Dilsha K and Tanmaya Raj. The Hindi Club had also conducted some of the programs on the behalf of Reading Week. We are on our 78th Independence Day. At school level, the Swadesh Mega Quiz winners were Mahin Krishna, Dhyan Dev K and Sandwana Rajiv representing LP section, and from UP, Navani Krishna and Aradhya JP were the victors. The Chervatur sub-district had started several games in which Adya VV secured second place in chess competition and Devanand Manoj has been selected for the sub-district table tennis. Congratulations, dear students. Urdu is an Indo-Aryan language where some of our students are used to it. Fatima Tamim of 7th standard was ranked 13th in the state level Premchand Rafi quiz 2024. Mubarak ho. It's the way to congratulate someone in Urdu. We had our different club inaugurations, class-wise magazine release, and on the behalf of Malayala Manorama Nallapadam, the students were given baby plantains on 12th August. The chief guest was Sri Balakrishnan Narod sir, the headmaster of Government UP School Pilikod. He had entertained the students with his mellifluous speech. The students enjoyed a lot. The program was welcomed by our loving headmistress and the wishes were conveyed by the PTA Vice President and MPTA President. The students from UP had participated in the Ramayana quiz in Chervatur sub-district and they secured third place. Congratulations Sarangbi Sandosh and Raya Mahesh for your hard work and especially to the teacher who became their utmost support. That's the end of our school news headlines. Once again, happy Independence Day to each and every Indian folks. Jai Hind, Jai Bharat. നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശിയായി, കരുതലായി, തണലായി നിൽക്കുന്ന സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ വിനു കയ്യാനിക്കൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നു. സ്നേഹമുള്ള ബാലവാണി പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഭാരതത്തിൻ്റെ 78ാമത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ പ്രാർത്ഥനാപൂർവം നേരുന്നു. സ്നേഹമുള്ളവരെ, ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഉത്തരം പിള്ളേർ പറയും ക്ലാസ്സിൽ ഇച്ചിരിയും കൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ, വീട്ടിൽ ഇച്ചിരിയും കൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു എന്ന്. അധ്യാപകർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ പറയും കുറച്ചും കൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഉള്ളവർ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കുറവ് കൊണ്ട് സന്തോഷം കുറയുന്നു എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കാൻ ഇടയായേക്കാം. സ്നേഹമുള്ളവരെ, ഞാൻ വിചാരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ജീവിതത്തിന് ഒരു ക്രമം ഉള്ളത് നഷ്ടപ്പെടുമ്പോഴാണെന്നാണ് തോന്നുന്നത്. ജീവിതത്തിനൊരു ക്രമമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പം പ്രപഞ്ചത്തിലെ പക്ഷിമൃഗാദികൾ, സസ്യലതാദികളൊക്കെ അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോയിൽ സന്തോഷത്തോടെ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാകും.
എന്നാൽ എല്ലാം കഴിവും ഒക്കെയുള്ള സമയവും ഒക്കെയുള്ള നമ്മൾ സന്തോഷം കണ്ടെത്തുവാനായിട്ട് വിഷമിക്കുന്നവരായിട്ടും മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയതാണ്, അല്ലെങ്കിൽ ക്രമം നഷ്ടപ്പെട്ടതാണ് ഇതിനൊക്കെ കാരണമെന്ന്. സൈക്കോളജിസ്റ്റുകൾ പറയും ഈ ഒരു ക്രമം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണെന്ന്. വളർച്ചയുടെ ഡോറ് വീട്ടിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കൾ അവരെഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ കിടക്കയൊന്ന് വിരിക്കുവാനുള്ളൊരു ക്രമം, ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ളൊരു ക്രമം, അതുപോലെ തന്നെ അവരുടെ റൂം ഒരു അടുക്കും ചിട്ടയിലും ക്രമപ്പെടുത്തുവാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ക്രമം നല്ല വൃത്തിയിൽ കഴിക്കുവാനായിട്ട്, വേസ്റ്റാക്കി കളയാതിരിക്കാൻ, ആവശ്യത്തിന് എടുക്കുവാൻ, എടുത്തത് മുഴുവൻ കഴിക്കുവാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരുക്കങ്ങൾ ക്രമപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിലെ അടുക്കും ചിട്ടയുമുള്ള രീതിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ക്രമത്തോടു കൂടിയുള്ള ജീവിതം അത് നമ്മളെ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സഹായിക്കും. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അവർ ചോദിക്കുമ്പോഴേക്കും മേടിച്ചു കൊടുക്കുവാനും, അല്ലെങ്കിൽ ആവശ്യമായ രീതിയിൽ പണം ചെലവഴിക്കുവാനും, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഭക്ഷണങ്ങൾ മാത്രം മേടിച്ചു കൊടുക്കുവാനൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളവരെ ജീവിക്കാൻ പഠിപ്പിക്കാതെ വരുമ്പം അവർക്ക് ജീവിതത്തിൽ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ജീവിതം മടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ഒരു ക്രമം പുനർസൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞാൽ, അത് വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞാൽ, സന്തോഷകരമായ സ്വാതന്ത്ര്യം, ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഭാരതം 78 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയെന്ന് നമ്മൾ പറയുമ്പോൾ, അന്ന് ഭാരതത്തിന് വേണ്ടത്ര ആയുധങ്ങളോ ആരോഗ്യപരമായ സമീപനങ്ങളോ അല്ലെങ്കിൽ പഠന മേഖലയിലോ വികസനത്തിൻ്റെ മേഖലയിലോ ഒന്നും കാര്യപ്പെട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇംഗ്ലണ്ടുകാർ. പക്ഷേ ജീവിതത്തിൻ്റെ ക്രമവും ചിട്ടയും ഭാരതത്തിന് സ്വാതന്ത്ര്യമെന്ന വലിയ കാഴ്ചപ്പാടിലൂടെ ഭാരത മക്കൾക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് ഇടയായെങ്കിൽ, അതേ സ്വാതന്ത്ര്യവും സന്തോഷവും ഇന്നും നമുക്ക് അനുഭവിക്കുവാൻ, ഇന്നും നമ്മുടെ ഇടയിലുള്ള ഈ അടിമത്തം, അല്ലെങ്കിൽ നമ്മൾ ഏതിൻ്റെയൊക്കെ പിറകിലാണോ നിൽക്കുന്നത്, സന്തോഷിക്കാൻ കഴിയാതെ പോകുന്നത്, അതിൽ നിന്നുള്ള മോചനം ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷമായിട്ട് മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഈ വലിയ സന്തോഷത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 6ാം തരത്തിലെ കൂട്ടുകാരി ആദ്യം നടത്തുന്ന സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ആഗസ്റ്റ് 15 നാം ഓരോരുത്തരും അഭിമാനത്തോടെ ഓർക്കുന്ന ദിനം. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ജീവനും ജീവിതവും ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ധീര ദേശാഭിമാനികളെ നമുക്ക് ആദരവോടെ സ്മരിക്കാം. 1947 ആഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയുടെ നെറുകയിൽ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അവസാനിച്ചത് 200 വർഷത്തെ ബ്രിട്ടീഷ് വാഴ്ചയാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യയിലെ നമ്മൾ വസിക്കുന്ന ഈ കൊച്ചു കേരളം ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നേരിട്ട് നെഞ്ചുപൊട്ടി നിൽക്കുന്ന ദിവസങ്ങളാണ്. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ ഈ മഹാസങ്കടത്തിൽ നിന്നും കരകയറാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നതൊന്നും ഞങ്ങൾ ചെയ്യില്ല. ദുരന്തം കണ്ണീർ പുഴയിൽ ഒഴുകുമ്പോഴും നമുക്ക് പ്രത്യാശിക്കാം. ഇങ്ങനെയൊരു മഹാദുരന്തം കേരളത്തിൽ
ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളും നാം സ്വീകരിക്കും. ഉറപ്പ്. നമ്മുടെ രാജ്യം ഐക്യത്തോടെ തിളങ്ങട്ടെ. എല്ലാവർക്കും അനന്തമായ സന്തോഷവും വിജയവും നൽകട്ടെ. സ്വാതന്ത്ര്യദിനാശംസകൾ. അടുത്തത് ദേശസ്നേഹം തുളുമ്പുന്ന ഒരു ഗാനമാകട്ടെ. 6th കൂട്ടുകാരി സുൽത്താന പാടുന്നു. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണിനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേകും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. യെ ദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ജൈനനും തോളു ചേർന്ന് അഭിരമിച്ച നാടിതൊന്നു ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ജൈനനും തോളു ചേർന്ന് അഭിരമിച്ച നാടിതൊന്നു ഭാരതം. യെ ദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. പിച്ച വെച്ച് ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. പിച്ച വെച്ച് ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. കഴിയുകില്ല ഞങ്ങൾ മതേതരത്വ രക്തമം, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാം. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമം, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാം. യെ ദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. ജയ് ഹിന്ദ്. 6th പ്രിയ കൂട്ടുകാരി സൽവ തനസും ആലപിക്കുന്നത് ദേശഭക്തി ഗാനം തന്നെ. हिंदुस्तां है हमारा वतन, हमारा वतन सबसे प्यारा वतन. ए हिंदुस्तां है हमारा वतन, हमारा वतन सबसे प्यारा वतन. ए हिंदुस्तां है हमारा वतन. मुहब्बत है अपने वतन से हमें, मुहब्बत है अपने चमन से हमें, मुहब्बत है अपने वतन से हमें, मुहब्बत है अपने चमन से हमें. यहाँ चांदनी में चमकता है ताज, ज़माने के दिल पर जुगरता है राज. हिंदुस्तां है हमारा वतन, हमारा वतन सबसे प्यारा वतन. ए हिंदुस्तां है हमारा वतन. ഇനിയൊരു കവിത കേൾക്കാം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ അറബി അധ്യാപകൻ പ്രിയ റഫീഖ് മാസ്റ്റർ എഴുതിയ വരികൾ അദ്ദേഹത്തിന്റെ മകൾ 5ാം തരത്തിൽ പഠിക്കുന്ന ഖദീജ ചൊല്ലുന്നു. കളിതുള്ളിയാർപ്പോ വെളിച്ചങ്ങനങ്ങനെ നീൻകലി ഹരിതമാം ജഗത്തിനോടോ, തെളിനീരൊഴുക്കിയ സുന്ദര ചാലിനോടോ, അതോ കൈവള്ള സ്പർശിച്ച കോടമഞ്ഞിനോടോ, പ്രാണൻ നൽകിയ നീരുറവയോടോ, മണ്ണിനോടോ അതോ മർത്യനോടോ. നിദ്രയിലാണ്ടങ്ങനെ ഇരിക്കുമൊരു യാമത്തിൽ കിനാവുണർന്നിടുമ മഴയുള്ളൊരു രാത്രി. അമ്മതൻ ചാരത്ത് കുന്നോമനകളും അവശരാം വൃദ്ധരും ഒന്നും അറിയാത്ത പോൽ, ശാന്തമാമിരുളോ ശാന്തിതൻ പ്രതീകമാമൊരുളോ, ആരെന്നറിയില്ല നീരസമാക്കിയ ജീവിത ശേഷിപ്പ്.
വഴി പറയാനാവാത്ത അധികാരം നിന്നപ്പോൾ അതിനാലുടന്നു പ്രതീക്ഷ തൻ സാഗരം കൊട്ടി വിളിക്കുന്നു രക്ഷകൻ എന്നപ്പോൾ അറിയില്ല ഞങ്ങളും നിങ്ങളും ഒന്നെന്ന് ചെന്നിടും പാരിടം എവിടെന്നറിയില്ല തൊട്ടു തലോടിയ മരണത്തെ പിന്തള്ളി ഭാഗ്യം തുണച്ചവർ മറുകര കണ്ടപ്പോൾ കൺമുന്നിൽ ഗജരാജ ശൗരന്റെ പോർമുഖം പകച്ചു ഭയന്നു ആ വൃദ്ധയും കൂട്ടരും കരുണ കാണിക്കണേ കലിമേൽ കലി കാട്ടരുതേ തൊഴുതു വണങ്ങി നമിച്ചു അവരൊന്നായി കണ്ണീർ പൊടിഞ്ഞു വിരിച്ചു തന്മാറിടം ആവില്ല ഇന്നെനിക്ക് വിധം പാതുകം കാട്ടുവാൻ വന്നെത്തി രക്ഷകർ തേനീച്ചക്കൂട്ടങ്ങൾ എന്നപ്പോൾ ഒരുമയായി ഒരു നൂലിൽ കോർത്ത മണിപുത്തുപോൽ സ്നേഹവായ്പിൽ പൊതിഞ്ഞൊരു സമ്മാനമായി ലോലമഹൃദയത്തെ ബന്ധിച്ചതിൽ പിന്നെ കണ്ടിട്ടും കാണാൻ കൊതിക്കാത്ത നേർക്കാഴ്ചകൾ മരവിച്ചു മനസ്സൊന്നായി ബലമുള്ള പാറ പോൽ കര രണ്ടും ചുംബിച്ചൊരു പാലം സജ്ജമായി ആമോദമൊട്ടുമില്ലാത്തൊരു യാത്രയ്ക്കായി വിണ്ണിനുയരത്തിൽ നിന്നും ആ പറവകൾ ആകാശമുട്ടെ ഉയരുമായി പറന്നവർ അതുപോലെ താണ്ടിയ മർത്യനോ നിഷ്ഫലൻ കൊതിച്ചു പോയി പറവതൻ ചിറകൊന്നു കിട്ടുകിൽ കണ്ടവർ സർവ്വതും ദുര്യോഗമാമെല്ലാം കാണാൻ കൊതിക്കാത്ത കരഴലിയും കാഴ്ചകൾ ഇറ്റി വീണനൊരു തുള്ളി കണ്ണുനീർ കണ്ണീരിനുണ്ടൻ അമൃത്യൻ തൻ വിജയം നിന്നേനെ കലിയല്ല മർത്യനാനന്ദമായി പറക്കയായി ഉയരത്തിൽ നിന്നുയരത്തിലെന്ന പോൽ നിങ്ങൾ തൻ ഉയരത്തിലേക്കെന്ന സ്വപ്നത്തിൽ സാക്ഷിയായി പോയിക്കൊള്ളുക കൂട്ടരെ മറ്റൊരു ലോകത്തായി കണ്ടിടാം സത്യമം സ്വർഗത്തിലെത്തുകിൽ പോയിക്കൊള്ളുക കൂട്ടരെ മറ്റൊരു ലോകത്തായി കണ്ടിടാം സത്യമാം സ്വർഗത്തിലെത്തുകിൽ. കർക്കിടക മാസത്തിന്റെ അതെ രാമായണ മാസത്തിന്റെ അവസാന ദിനങ്ങൾ എത്തിയിരിക്കുന്നു. വാൽമീകി രാമായണം ബാലകാണ്ഡത്തിലെ ഏതാനും വരികൾ പാരായണം ചെയ്യുന്നു 6ാം തരത്തിലെ ആരാധ്യാജയ. നമസ്തേ. ബാലകാണ്ഡേ 6ഃ സർഗഃ. തസ്യാം പുര്യാം അയോധ്യായാം വേദവിത് സർവസംഗ്രഹ ദീർഘദർശി മഹാതേജ പൗരജാന പദപ്രിയഃ ഇക്ഷ്വാകുണാമധിരഥോ യജ്വാധർമ്മപരോവശി മഹർഷികൽപോ രാജർഷിസ്ത്രിഷു ലോകേഷു വിശ്രുതഃ ബലവാൻ നിഹതാ മിത്രോ മിത്രവാൻ വിജിതേന്ദ്രിയഃ ധനേശ്ച സഞ്ജയശ്ചാന്യൈഃ ശക്രവൈശ്രവണോപമഃ യഥാ മനുർമഹാതേജ ലോകസ്യ പരിരക്ഷിതാ തഥാ ദശരഥോ രാജാ ലോകസ്യ പരിരക്ഷിതാ തേന സത്യാഭിസന്ധേന ത്രിവർഗമനുതിഷ്ഠതാ പാലിതാ സാ പുരീ ശ്രേഷ്ഠ ഇന്ദ്രേണേ വാമരാവതി തസ്മിൻ പുരവരേ ഹൃഷ്ടാ ധർമാത്മാനോ ബഹുശ്രുതാ നരാസ്തുഷ്ടാ ധനൈഃ സ്വൈഃ സ്വൈരലുബ്ധാ സത്യവാദിനഃ. ധന്യവാദഃ. ഇന്ത്യ പെറ്റ മക്കൾ നമ്മളെന്നുമൊന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ മുസ്ലിമല്ല ജൈനനല്ല പാഴ്സിയല്ല ഭാരതീയർ നമ്മൾ മനുഷ്യർ ഇതോടുകൂടി ബാലവാണി 172ാം എപ്പിസോഡ് പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം.
കാത്തിരിക്കുക.